ജനാധിപത്യ സമൂഹത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും ആശയങ്ങളും രാഷ്ട്രീയവുമെല്ലാം പൊതുവേദി പോലെ ചർച്ച ചെയ്യുന്നത് ജനാധിപത്യ സംവിധാനത്തിന് ഗുണകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഈ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. കേരളത്തിൽ എല്ലാ സന്ദർഭത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതുപക്ഷ മുന്നണി വലിയ വിജയം എപ്പോഴും നേടാറുണ്ട്. അത് UDF ഭരണകാലത്തും LDF ഭരണകാലത്തുമെല്ലാം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയും പ്രസ്ഥാനവും എന്ന നിലയിൽ CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നല്ല വിജയം നേടുക സ്വാഭാവികമാണ്. ഇപ്രാവശ്യം കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് ഏറ്റവും വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. ഇന്നേ വരെ ഉണ്ടായ എല്ലാ തിരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിനേക്കാളും മെച്ചപ്പെട്ട ഒരു വിജയത്തിലേക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറാൻ പോകുന്നത്. ജില്ലാ പഞ്ചായത്തുകളിൽ ഞങ്ങൾ സാധാരണ തോക്കുന്ന ചില പഞ്ചായത്തുകളുണ്ട്, ജില്ലാ പഞ്ചായത്തുകളുണ്ട്. അത്തരം ജില്ലാ പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഇപ്രാവശ്യം വിജയത്തിലേക്ക് ഉദിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോർപ്പറേഷനുകൾ ഉള്ള കോർപ്പറേഷനുകൾ കണ്ണൂർ ഒഴിച്ച് ബാക്കിയെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ്. കണ്ണൂർ കൂടി ഇപ്രാവശ്യം ജയിക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, വളരെ ചെറിയ വ്യത്യാസമുള്ള കോർപ്പറേഷനുകളിൽ വൻ മുന്നേറ്റം സൃഷ്ടിക്കാനും നമുക്ക് സാധിക്കും. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനെ പറ്റിയൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഏത് പരിസ്ഥിതിയിലും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന കോർപ്പറേഷൻ തന്നെയാണ് കോഴിക്കോട്. തൃശ്ശൂരായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വളരെ ചെറിയ മാർജിൻ, അല്ലെങ്കിൽ വേണ്ടത്ര മാർജിനേ ഉണ്ടായിരുന്നില്ല. അവിടെ ഇപ്രാവശ്യം നല്ല രീതിയിലുള്ള മാർജിൻ ജയിക്കാൻ പോവുകയാണ്. എറണാകുളവും നല്ല രീതിയിലുള്ള വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ കൊല്ലത്ത് പ്രതിപക്ഷം തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യം ഇലക്ഷൻ കഴിഞ്ഞാലേ പറയാൻ സാധിക്കുള്ളൂ. അതാണ് കൊല്ലത്തിൻ്റെ പ്രത്യേകത. കാരണം CPI-യും ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് മത്സരിച്ചാൽ പിന്നെ കൊല്ലം ജില്ലയിൽ വലിയ രാഷ്ട്രീയ ശക്തികൾ പറയില്ല. അപ്പോൾ വലിയ മുന്നേറ്റമാണ് അവിടെ കൊല്ലത്തുണ്ടാവാൻ പോകുന്നത്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റം തിരുവനന്തപുരം കോർപ്പറേഷനിലും ഉണ്ടാക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസത്തെ പോലെയല്ല, അതിനേക്കാൾ കൂടുതൽ സീറ്റോടുകൂടി തിരുവനന്തപുരം കോർപ്പറേഷനും ജയിക്കാൻ പോവുകയാണ്. കണ്ണൂരാണ് പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് തോൽക്കുന്നത്. അത് ഇപ്രാവശ്യം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി 5 കോർപ്പറേഷനെ സംബന്ധിച്ചും സംശയത്തിൻ്റെ ഇടയില്ലാത്ത ഒന്നാണ്. വലിയ രീതിയിൽ മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരും തിരിച്ചു പിടിക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നീടത് മുനിസിപ്പാലിറ്റികളും അതുപോലെ തന്നെ പഞ്ചായത്തുകളുമാണ്. മുനിസിപ്പാലിറ്റികൾ UDF-ഉം LDF-ഉം തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവാറില്ല. ഇപ്രാവശ്യം നല്ല വ്യത്യാസം ഉണ്ടാവും. മുനിസിപ്പാലിറ്റികളിലും നല്ല മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗ്രാമപഞ്ചായത്തുകളാണ്
നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിജയ എണ്ണം വളരെ കൂടുതൽ വരാനിടയുള്ളത്. ഇപ്രാവശ്യം കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഗ്രാമപഞ്ചായത്തുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. അതിപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ ഇലക്ഷൻ്റെ മുമ്പായതുകൊണ്ട് എല്ലാം ജയിക്കുമെന്നാണല്ലോ എല്ലാവരും പറയുക എന്നുള്ളതാണ് ധരിക്കുക. അല്ല, അങ്ങനെയല്ല. ഇലക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. നിങ്ങളെല്ലാം പത്രപ്രവർത്തകർ എന്ന രീതിയിൽ ഗവേഷണപരമായ രീതിയിൽ കാര്യങ്ങൾ പരിശോധിക്കുമല്ലോ. പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ ഇന്നേ വരെ നേടിയ ഏത് വിജയത്തെക്കാളും ഉന്നതമായ വിജയം ഇപ്രാവശ്യം നേടും. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെയെല്ലാം മനസ്സിൽ ജമാഅത്തെ ഇസ്ലാമിയും SDP-യും UDF-ഉം ചേർന്ന ഒരു മുന്നണി മലപ്പുറത്തൊക്കെ ശക്തി വിട്ട് നിൽക്കും. 10, 30, 50ഓളം സീറ്റിൽ അവർ മത്സരിക്കുന്നുണ്ട് യോജിച്ചിട്ട്. മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ മത്സരിക്കുന്നത്. പഞ്ചായത്തിൽ മാത്രമല്ല, മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ആ രീതിയിലുള്ള മത്സരമാണ്. പല സ്ഥലത്തും അങ്ങനെയാണ്. അതെല്ലാം ഉണ്ടായാലും ഈ രണ്ട് വർഗീയ ശക്തികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൻ്റെ വികസന പരിപ്രേക്ഷ്യത്തെ ഫലപ്രദമായിട്ട് മുന്നോട്ടേക്ക് നയിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് വിജയം പ്രാപ്തമാക്കും എന്നാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി, SDP-യും ലീഗും കോൺഗ്രസും ചേർന്ന ഒരു വർഗീയ കൂട്ടുകെട്ടാണ്. അത് ന്യൂനപക്ഷ വർഗീയതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. മറുഭാഗത്ത് BJP-യും അതുപോലെ തന്നെ RSS സംഘപരിവാർ വിഭാഗവും ഭൂരിപക്ഷ വർഗീയതയാണ്. ഇത് രണ്ടും ശക്തിയായ രീതിയിൽ എതിർക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, പ്രത്യേകിച്ച് CPIM-നെയാണ്. ഈ രണ്ട് എതിർപ്പിനെയും അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടാൻ പോകുന്നത്.